Hey guys, welcome back to our channel MR.SPANIO. Noob to Pro ന്റെ പാർട്ട് 3 ആണ്. 6 ആണ്. കുറച്ച് ഡിസ്കസ് ആണ്. അപ്പോൾ 11ാമത്തെ കാര്യം എന്താ വെച്ചാൽ മിക്ക വീഡിയോയിലുണ്ടാവും ഇങ്ങനെ ചെയ്തതിന് എനിമിൻ്റെ അടിയിൽ നിന്ന് മാറി നിൽക്കാൻ നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഈ സെയിം മൂവ്മെൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിമിക്ക് മനസ്സിലാവും ഈ മൂവ്മെൻറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് വേറൊരു ഇതേ സാധനം തന്നെയാണ്, പക്ഷേ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് എനിമിക്ക് നമ്മളെ കിട്ടാത്ത വിധത്തിലുള്ള കുറച്ച് മൂവ്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് സ്ലോ മോഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ട് നമുക്ക് എനിമിനെ അടിച്ചിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോഡ് ടു 2K ആണ്. അപ്പോൾ പലർക്കുള്ള സംശയമൊക്കെ ഒന്ന് TDMൽ വർക്ക് ചെയ്യുമെന്ന്. TDMൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം, അപ്പോൾ നമുക്ക് ഇത് കാര്യമായിട്ട് നടക്കുക. അങ്ങനെ പഠിക്കുക വെച്ചാൽ ലെഫ്റ്റ് ടോപ്പിക്കോ അല്ലെങ്കിൽ റൈറ്റ് ബോട്ടത്തേക്കോ അല്ലെങ്കിൽ നേരെ ഇതിൻ്റെ തലവത്തിന് ചെയ്യാവുന്നത്. തലവത്തിനെ മീൻസ് ഓപ്പോസിറ്റ് ആയിട്ട്. 12ാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്ലിച്ചാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അകപ്പെട്ട് പോയി, അതിൻ്റെ ചുറ്റും എനിമീസ് ഉണ്ട്. അത് അവർക്ക് എങ്ങനെയാണെന്ന് കണ്ടെത്താനാണ് നമുക്കൊരു ട്രിക്കാണ്. അതായത് നമ്മളൊരു കയ്യിൽ ഗണ്ണ് എന്തെങ്കിലും വെപ്പൺസ് എടുക്കുക, അതിന് ശേഷം നിങ്ങൾ സ്കോപ്പിലിട്ടിട്ട് ഈ ചെറിയ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ എവിടേക്കാണ് എനിമീസ് ഉണ്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഗ്ലിച്ചാണ്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ 13ാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ എല്ലാ ഗെയിമേഴ്സിനും അറിയാം, നമ്മൾ ജീപ്പിൻ്റെ റൂഫ് കയറണമെങ്കിൽ വെറുതെ ഇങ്ങനെ ഇന്ന് ചാടിയ കാര്യമല്ല. അപ്പോൾ ഈ ജീപ്പിൻ്റെ റൂഫൊക്കെ എങ്ങനെ കയറാമെന്നുള്ളതാണ് ഒരു ഗ്ലിച്ചാണ് സംഭവം. അതായത് നമ്മൾ എവിടുന്ന് ഏത് ഡയറക്ഷനിൽ നോക്കി ചാടിയൊന്നും നടക്കില്ല. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് ഇത് ഡിസേബിൾ ചെയ്തിടുക. അതിന് ശേഷം കാറിൽ കയറിയ ശേഷം ഡ്രൈവിങ്ങിലല്ല സീറ്റിലിരുന്നതിന് ശേഷം ഈ 2 ബട്ടൺസും ഒപ്പം അമർത്തുക. ഏതൊക്കെ വെച്ചാൽ ഡ്രൈവും എക്സിറ്റും. അപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ റൂഫ് കയറാം. അത് നമുക്ക് വല്ല വാളിൻ്റെ അടുത്ത് വെച്ചാൽ ഒരു വീടിൻ്റെ അടുത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ വീടിൻ്റെ റൂഫിലോട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കയറാം. രണ്ടാമത്തെ സൈലൻറ്റ് സ്ലൈഡിങ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ക്രോച്ച് ചെയ്തിട്ട് ഒരു 45 ഡിഗ്രിയിലേക്ക് ഇങ്ങനെ ജോയ്സ്റ്റിക്ക് വലിച്ചുപിടിച്ച് നമുക്ക് ചെയ്യാവുന്ന ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ്. ഇത് ചെയ്യുന്നതോട് നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് TDMലൊക്കെ ഉപയോഗിച്ചാൽ സെറ്റായിരിക്കും. വീഡിയോ കണ്ടേക്ക് കയറി ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2-3 പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചെയ്യുക. അതുകൊണ്ട് 3 ഉപകാരമുണ്ട്. ഒന്നാമത് സിമ്പിളായിട്ട് ഇതിൻ്റെ തലക്കെട്ട് പൊട്ടിക്കുക, രണ്ടാമത് വേഗം മൂവ് ചെയ്യുക, മൂന്നാമത് നമുക്ക് മാച്ച് വിന്നിയാൽ വലിയൊരു ചാൻസ് ആണ്. 15ാമത്തെ ട്രിക്ക് നമ്മൾ ചെയ്തില്ല, ജീപ്പിൻ്റെ റൂഫ് കയറണം. അതിൻ്റെ വേറൊരു വേർഷൻ, അതായത് ബോട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോട്ട് കണ്ടെത്തണം. അതിൻ്റെ മുകളിൽ നമുക്ക് ചാടിയിട്ട് കയറാനൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കാണുന്ന പോലെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനും സൈഡിലേക്ക് മൂവ് ചെയ്യാനും ഒരേപോലെ നിൽക്കുക. അതിന് ശേഷം നിങ്ങൾ എക്സിറ്റ് അടിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രിക്കിൽ സ്പീഡ് അറൗണ്ട് ഒരു 30 to 35 ആയിരിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് സുഖമായിട്ട് വെള്ളത്തിൽ നിന്നിട്ട് എനിമീസിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചിടാം. അപ്പോൾ നമ്മുടെ 16ാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ ഒരു 120 സ്പീഡിൽ ഇങ്ങനെ പാറിപ്പോയിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഈ വാട്ടർ ടാങ്ക് പോലത്തെ സാധനത്തിന് മുകളിൽ കയറാം. ഒരു കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ഇതുപോലത്തെ സ്ഥലം തന്നെ. 17ാമത്തെ ട്രിക്ക്, നിങ്ങളെല്ലാവരും ഇങ്ങനെ ചാടിയിട്ട് വെടിയേക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ ചാടി വെടിയേക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിമി നമ്മൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ട്രിക്കാണ്. അത് നമ്മളിങ്ങനെ ചാടിയിട്ട് ലെഫ്റ്റിക്ക് പോകണം അല്ലെങ്കിൽ റൈറ്റിക്ക് പോകണം കാണിക്കുക. അപ്പോൾ എനിമി വിചാരിക്കും നമ്മൾ അങ്ങോട്ട് പോകുക വിചാരിച്ചിട്ട് എനിമി അങ്ങോട്ട് മൂവ് ചെയ്യും. ആ സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് എനിമിനെ അടിച്ചിടാൻ പറ്റും. 18ാമത്തെ എന്താ വെച്ചാൽ ഗ്യാസ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറാം അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ്റെ റൂഫിലേക്ക് എങ്ങനെ കയറാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സിറ്റ് അടിച്ച ശേഷം ഇങ്ങനെയുള്ള അതിൽ കയറി വന്നതിന് ശേഷം നമ്മൾ വെഹിക്കിളിൻ്റെ മുകളിലേക്ക് ചാടുക. അതിന് ശേഷം ഈ റൂഫിലേക്ക് ചാടി പിടിക്കുക. എന്നിട്ട് എന്താ കയറി ചെല്ലുക. ഇവിടെ എന്നിട്ട് എല്ലാ എനിമീസും നമുക്ക് അടിച്ചിടാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് കയറാണ്, അവിടെ എപ്പോഴും ഇങ്ങനെ നിൽക്കരുത്, അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. 19ാമത്തെ എന്താ വെച്ചാൽ നമ്മൾ നോർമൽ സ്റ്റാർട്ടിങ് സ്പീഡ് പറയുന്നത് ഭയങ്കര ലോ ആയിരിക്കും. അതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യുക, എങ്ങനെ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നില്ല. അതിന് നമ്മൾ ഹാൻഡ് ബ്രേക്കും പിന്നെ ബൂസ്റ്റ് ചെയ്യണതും അമർത്തി പിടിക്കുക. അപ്പോൾ അങ്ങനെ റൈസ് ആവും വണ്ടി. അതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ അത്യാവശ്യം സ്പീഡിൽ കിട്ടും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. 20ാമത്തെ എന്താ വെച്ചാൽ ലാസ്റ്റത്തെയാണ്. നമ്മൾ ക്യാമ്പേഴ്സിനെ എങ്ങനെ സുഖമായിട്ട് കില്ല് ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ പരമാവധി ഗ്ലിച്ച് യൂസ് ചെയ്യുക. അങ്ങനെ എഡ്ജിൽ കൂടെ നടന്നു പോവുക, ചാടിയിട്ട് ഈ ഓരോ വീടിൻ്റെയും ചാടിയിട്ട് എഡ്ജിൽ കൂടെ നടന്നു പോവുക. എന്നിട്ട് ക്യാമ്പറിൽ ഇരിക്കുന്ന വീട്ടിൽ കയറി പൊട്ടിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നടന്നോണമെന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രോ ആവാൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ ഫസ്റ്റും ലാസ്റ്റും ആയിട്ട് കമൻറ്റ് ചെയ്യണ 2 ആൾക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. Bgmi ആയിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. മേ ബി ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ അക്കൗണ്ട് ഗീവ് അവേ ആവാം. MR.SPANIO സൈനിങ് ഓഫ്.